ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്തൊരു വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടായി കാണില്ലേ കഴിഞ്ഞുപോയ വർഷത്തിൽ. അതുപോലെ ഒരുപാട് നല്ല അനുഭവങ്ങളും അല്ലാതെ എന്താ പറയുക കുറച്ച് ബാഡ് അനുഭവങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെയും കഴിഞ്ഞ വർഷം ഇപ്പം തീരാൻ പോവുകയാണ്. അപ്പം ഈ വർഷത്തിൽ, ഈ കഴിഞ്ഞുപോയ വർഷത്തിൽ എന്നോടൊപ്പം എൻ്റെ ഈ സിർമ ഫാമിലിയോടൊപ്പം സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു കൂടുതൽ ലേഡീസ് ആയിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെന്താ അല്ലേ, ഈ വർഷം കഴിഞ്ഞു പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ വന്നത്. എൻ്റെ ഈ കഴിഞ്ഞ വർഷത്തിലുണ്ടായ അനുഭവങ്ങളെന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ സ്ട്രഗിൾ ഇപ്പം ഞാൻ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഈ ഒരു കസേരയിൽ ഇരിക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് എൻ്റെ ദൈവം നൽകിയ അനുഗ്രഹമാണ്. എന്നോടൊപ്പം എൻ്റെ ദൈവം തന്നത് മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനോടൊപ്പം നമ്മൾ ഹാർഡ് വർക്ക് കൂടെ ചെയ്യണം അല്ലേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു ഇങ്ങനെ ഒന്നിരുന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ, നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എങ്കിപ്പോഴും എപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റോറിലാണ്, വരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ അപ്പം ഇതൊക്കെ നൽകാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഫാമിലീസ് നമ്മുടെ ഈ പുതിയ ഓപ്പണിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റോറി വരികയും എന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് താഴെ ഇറക്കി. ഞാൻ ചിലപ്പോൾ മുകളിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയമായിരിക്കും, എങ്കിലും താഴോട്ട് ഒന്ന് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയി കാണാറുണ്ട്. അതിൽ ഒരുപാട് നല്ല കുറേ റിവ്യൂ കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ ഞാനത് വീഡിയോയിലൂടെ പങ്കുവെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരു കാര്യമൊന്ന് പറയണമെന്ന് വിചാരിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം നൽകി, എൻ്റെ മനസ്സിനൊരു സംതൃപ്തി നൽകിയ ഒരു അനുഭവം ഞാനൊന്ന് പറയാം കേട്ടോ. ഒരു ഫാമിലി എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ അവർക്ക് കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം അവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞതാണ്, മാമിൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ ദുഃഖങ്ങളൊക്കെ കുറേയൊക്കെ മാറാറുണ്ട്, ഞാൻ എപ്പോഴും കാണാറുണ്ട് മാമിൻ്റെ വീഡിയോ. അത് കേട്ടപ്പോൾ ഞാൻ കരുതി, എൻ്റെ പഠിച്ചനോട് ഞാൻ ചോദിച്ചു, പഠിച്ചനെ അത്രയും ഒരു ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, നമ്മളുടെ ഈ ഒരു ചുമ്മാ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന വീഡിയോ അല്ലേ, എങ്കിലും അവരുടെ ഒരു വേദനയ്ക്ക് ഒരു ശമനം എന്നുള്ള രീതിയിൽ നമ്മുടെ വീഡിയോ കാണുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും ആ വ്യക്തി ചിലപ്പോൾ. അപ്പോൾ ഒത്തിരി സന്തോഷം. അന്ന് എനിക്ക് അവരോട് ഒത്തിരി നേരം സംസാരിക്കാനും പറ്റിയില്ല. ഈ വീഡിയോയിലൂടെയാണ് ഞാനിപ്പോൾ അവരോട് എൻ്റെ സന്തോഷം പറയുന്നത്. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വന്ന് നമുക്ക് നല്ലൊരു അനുഭവങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാമെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് ഈ വരുന്ന വർഷം നല്ലൊരു വിജയത്തിലേക്ക് ആക്കാൻ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്ന മാക്സിമം ഉള്ള നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും ഒരുപാട് സെർച്ചിലാണ്. ഇപ്പോഴും ഞാൻ പർച്ചേസിങ് പോയിട്ട് വന്നിരുന്നിട്ട് ഈ രാത്രിയിലാണ് ഞാനിപ്പോൾ എൻ്റെ ഐറ്റംസ് കുറച്ച് ഷോർട്ടേജ് ആയി. പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുറേ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം ഇത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അപ്പം ഒരുപാട് ലേഡീസിന് ഒരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് എല്ലാ ലേഡീസും വന്ന് നമ്മളോട് സംസാരിക്കുന്നത്. സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. ഒരുപാട് ഇത്തയെ പോലെ സംരംഭമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു എൻ്റെ ഒത്തിരി അനുഭവം, ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോറാവും. പിന്നെ ഞാൻ കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വലിയ കഥകളാട്ടോ. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് എല്ലാവരും വിചാരിക്കും ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കയറി പെട്ടെന്ന് പക്ഷെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്താലേ നമുക്കൊരു ഞാനൊരു വിജയം എന്ന് എനിക്ക് പറയാൻ, എനിക്ക് വിജയം എത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് എനിക്ക് സഞ്ചരിക്കാനുണ്ട്. ഞാൻ എൻ്റെ ഒരു വിജയത്തിൽ എത്തിയെന്ന് ഒരിക്കലും പറയില്ല. എങ്കിലും ഇതുവരെ തന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും വലുതാണ് എനിക്ക് കേട്ടോ. ഇതുവരെ ഉണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് നല്ലൊരു വർഷം ഞാൻ വിഷ് ചെയ്യാണ്. ഇനി വരാനിരിക്കുന്ന എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ദിവസങ്ങളാക്കി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പർച്ചേസിന് പോയപ്പോഴൊക്കെ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോയിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സൗണ്ടൊക്കെ കുറച്ച് മാറിപ്പോയിരുന്നു. അപ്പം ആ കസ്റ്റമർ എന്നോട് വന്നിട്ട് പറഞ്ഞത്, അപ്പോഴൊക്കെ അവർ ദ്വാ ചെയ്യും, അവർ പ്രാർത്ഥിക്കുമായിരുന്നു, ആ മോളുടെ സൗണ്ട് കിട്ടണേ, മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ എന്ന് അവർ ദ്വാ ചെയ്തു എന്നൊക്കെ എന്നോട് പറയുമ്പം അവരുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ നമ്മളെയും കൂടെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവരോടും എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ഇനി വരുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്